അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാനാഞ്ചേരി പള്ളിയുടെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് പുരോഗതി ആയിട്ടുണ്ട്. പള്ളിയിലേക്ക് റോഡ് സൗകര്യമായിട്ടുണ്ട്. ഇൻ്റർലോക്കൊക്കെ പതിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ പണി പൂർത്തീകരിക്കാനുണ്ട്. അതുപോലെ സോളാറിൻ്റെ ലൈറ്റ് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ പണികളുണ്ട്. ഏതായാലും മൊത്തത്തിൽ എല്ലാ ഭാഗവും നല്ല ഉഷാറായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഭാഗത്ത് നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനൊക്കെ സാധിക്കണ നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനെന്താ വെച്ചാൽ, നമ്മളെ കൂട്ടുകുടുംബങ്ങളൊക്കെ ഇവിടെ മറവട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് കബറുകൾ ഇപ്പോൾ ഈ കാണുന്നൊക്കെ ഈ ഭാഗത്തും കബറുണ്ട്, അതിൻ്റെ അപ്പുറത്തും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കബറുകളുണ്ട്. നമ്മളെ കൂട്ടുകുടുംബങ്ങളൊക്കെ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. പിന്നെ ഞാൻ കാണിക്കുന്ന ഈ സ്ഥലം ഏത് രീതിയിൽ നോക്കിയാലും നല്ല ഉഷാറായിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും. ഇവിടെയൊക്കെ ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇതൊക്കെ പിന്നെ JCB ഉപയോഗിച്ച് മാന്തി മണ്ണൊക്കെ നിരത്തി മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി വളരെ ഉഷാറാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സംഭവം കാണിച്ചു തരാം. മഹാനായ മമ്പുറന്തങ്ങളുടെ കാൽപാദമാണ് നിങ്ങൾ മുമ്പിൽ കാണുന്ന ഈ പാറക്കെട്ട്. അത് കയറാൻ ഒരു ചെറിയ സ്റ്റെപ്പും ഉണ്ട്. മാഷാ അല്ലാഹ്, ഇതാണ് മമ്പുറന്തങ്ങളുടെ കാൽപാദം. അല്ലാഹു മഹാനവറുകളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. അതുപോലെ പിന്നെ മാല വെച്ചത്, വടി വെച്ചത് എന്നൊക്കെ പറയപ്പെടുന്ന ചില അടയാളങ്ങളും ഈ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളെ ചെറുപ്പകാലത്ത് ഇതിലേറെ ഉഷാറായിട്ട് കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒരാളുടെ ഒരു കാല് പതിഞ്ഞാൽ എങ്ങനെയാണോ ഉണ്ടാവുക, ആ രൂപത്തിലായിരുന്നത്രേ അതിൻ്റെ രൂപം ഉണ്ടായിരുന്നത്. പിന്നെ അത് കാലക്രമേണ ഇങ്ങനെ പാറയുടെയൊക്കെ വളർച്ച കാരണം അതങ്ങനെ ഒരു കാല് രൂപത്തിലുണ്ടെങ്കിലും പഴയ രൂപത്തിലല്ല ഇപ്പോൾ കാണപ്പെടുന്നത്. ഇവിടെയൊക്കെ വളരെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഭാഗത്തൊക്കെ. ഇവിടെയൊക്കെ വളരെ മികവുറ്റ രീതിയിൽ ഉഷാറായിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് പ്രവാസികളായ ആളുകൾ, അതുപോലെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഫണ്ട് പിരിവായാലും മറ്റും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗത്തേക്ക് അഥവാ നമുക്കൊക്കെ ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ പേടിയായിരുന്നു ഈ ഭാഗത്തേക്കൊക്കെ വരാനൊക്കെ. ആകെ കാടും അതുപോലെ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശം. അവിടെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് JCB ഉപയോഗിച്ച് മാന്തി ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിരുന്നു. പിന്നെ ഈ അടുത്താണ് ഇൻ്റർലോക്കും കാര്യങ്ങളും കോൺക്രീറ്റൊക്കെ വന്നത്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെയൊക്കെ മുഴുവൻ സ്റ്റെപ്പായിരുന്നു. ഒരു താഴെ മുതൽ തന്നെ ഒതുക്കുകൾ കയറിയിട്ടായിരുന്നു അന്ന് ഇങ്ങോട്ടൊക്കെ ജുമാക്കൊക്കെ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് വളരെ ഉഷാറായി പള്ളിയിലേക്ക് റോഡ് രൂപത്തിലുള്ളൊരു സൗകര്യം ഇവിടെ ഒരുങ്ങി. വാര്യത്ത് ചിറ്റാണി മഹല്ല് കൂട്ടായ്മ അഥവാ കാനാഞ്ചേരി മഹലിൽപ്പെട്ടതാണ് വാര്യത്ത് ചിറ്റാണി ഭാഗങ്ങളൊക്കെ. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഈ സൗകര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ചില പിരിവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സുമനസ്സുകളായ ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും അവരെ കൊണ്ട് എന്താണോ ഇതിനു വേണ്ടി സഹായിക്കാൻ കഴിയുന്നത് അത് വെച്ച് അവർ സഹായിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വികസനം ഇവിടെ വന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ടാവും. അവരുടെയൊക്കെ ആദരത്തിലേക്ക് ഇതിൻ്റെയൊക്കെ മിഥില തവാബിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഇത് റമദാൻ മാസമാണല്ലോ. അപ്പോൾ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കണം. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ഈ സമയം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പിന്നെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ മമ്പുറന്തങ്ങളുടെ കാൽപാദം പതിഞ്ഞ ആ പാറ സന്ദർശിക്കുകയും ബർക്കത്തെടുക്കുകയും ചെയ്യുക. പിന്നെ കാനാഞ്ചേരി പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്
ഇൻഷാ അല്ലാഹ് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് ഈ കാനാഞ്ചേരി ഈ പള്ളി, ഈ പ്രദേശം എന്നുള്ളതും. അതുപോലെ മമ്പുറതങ്ങൾ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു, ഇവിടെ വന്ന് വിശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓതിപ്പടിച്ച ഒരു പള്ളി കൂടിയാണ് ഈ കാനാഞ്ചേരി പള്ളി. മാത്രമല്ല ഒരുപാട് മഹാന്മാർ ഓതിപ്പടിച്ച പള്ളിയും കൂടിയാണ്. ഒരുപാട് മഹാന്മാരുടെ പാദസ്പർശനമേറ്റ ഒരു പള്ളി കൂടിയാണ് ഈ കാനാഞ്ചേരി പള്ളി എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് അറിയാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.